ഇതുപോലൊരു പുളിശ്ശേരി ഉണ്ടെങ്കിൽ ചോറിന് നമ്മൾക്ക് വേറെ കറികളൊന്നും വേണ്ട. അത്രയും ടേസ്റ്റാണ് ഇതിന്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഏകദേശം 14-15 ഡേറ്റ്സ് എടുക്കാം. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം കഴുകി റെഡിയാക്കി വയ്ക്കുക. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് 1/2 കപ്പ്, വെളുത്തുള്ളി പൊടിയായിട്ട് എരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി പൊടിയായിട്ട് എരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, കുറച്ച് ഉണക്കമുളക്, കറിവേപ്പില, പിന്നെ എരിവിനാവശ്യമായിട്ട് കുറച്ച് കാന്താരി മുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരപ്പും കൂടെ തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത്, 5 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 കാന്താരി മുളക്, 2-3 ടേബിൾ സ്പൂൺ തൈര്, ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ വെള്ളം കുറവാന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ തൈര് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ എല്ലാം കൂടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, കാന്താരി മുളക്, കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് 1/2 കപ്പ്, 4-5 ഉണക്കമുളക് ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ചെറിയ ഉള്ളി ആയതുകൊണ്ട് തന്നെ ഒരുപാട് മധുരവും കാണത്തില്ല. സവാളയാണെങ്കിൽ കുറച്ച് മധുരം കാണും. ഇപ്പോൾ ഇതിവിടെ കറക്റ്റായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറി വരണം. അത്രയും സമയം ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഡേറ്റ്സും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ കുറച്ച് നേരം കൊണ്ട് ഇളക്കി കൊടുത്തിട്ട് ശർക്കരയുടെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാനുണ്ട്. ഞാനിവിടെ ഇപ്പം ഓർഗാനിക് ശർക്കരയുടെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ കല്ലൊന്നും തീരെ കാണത്തില്ല. 2 ടീസ്പൂൺ ശർക്കരയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്കിനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കേണ്ടി വരും. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഡേറ്റ്സൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് തിളച്ച് വരണം. ഡേറ്റ്സ് എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് സോഫ്റ്റായിട്ട് വരും. അത്രയും സമയം ഇതൊന്ന് ചെറിയ തീയിൽ തിളപ്പിക്കുക. ഇപ്പോൾ ഇവിടെ എല്ലാം കൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഡേറ്റ്സൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. നല്ല പോലെ ഇത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. മാമ്പഴ പുളിശ്ശേരിയും പൈനാപ്പിൾ പുളിശ്ശേരിയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ കറിയും എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഇപ്പോൾ ഇവിടെ അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നമ്മൾ അരപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ പിരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫ്ലെയിം നല്ലപോലെ കൂട്ടി വയ്ക്കുക. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരണം. അത്രയും സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതോടെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡേറ്റ്സ് പുളിശ്ശേരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇങ്ങനെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി നോക്കണം. രണ്ടാമത്തെ റെസിപ്പി എങ്ങനെയാണ് ഈസി ആയിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബിരിയാണിയുടെ ഒപ്പം നല്ലൊരു ഡേറ്റ്സ് പിക്കിൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇതുണ്ടാക്കാനായിട്ട് ആദ്യമേ തന്നെ പുളി ഒന്ന് വെള്ളത്തിലിടണം. ഏകദേശം 30 ഗ്രാം വാളൻപുളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് കുറച്ച് ഉണക്കമുളക്, കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ കാന്താരി മുളക്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്. ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പുളി പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. ഇനി ഇതെല്ലാം പിഴിഞ്ഞ് വെള്ളം മാത്രമായിട്ട് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. പിന്നെ വേണ്ടത് ഡേറ്റ്സ് ആണ്. 250 ഗ്രാം ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയോ നല്ല എണ്ണയോ ഏതെങ്കിലും ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുക. കടുകെല്ലാം നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച 2 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ കാന്താരി മുളക്, കുറച്ച് ഉണക്കമുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി വഴറ്റിയെടുക്കുന്നത്. കുറച്ചൊന്ന് വഴന്നു വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീ നല്ലപോലെ കുറച്ച് വയ്ക്കുക. മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടായിരിക്കും. ഇപ്പോൾ ഇതിവിടെ പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷം നമ്മൾക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. 2 ടീസ്പൂൺ മുളക് പൊടി,
1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂൺ കായപ്പൊടി, ഇത്രയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. മൺചട്ടിയുടെ ചൂടിൽ തന്നെ ഇത് നല്ല പോലെ ഒന്ന് വഴന്ന് കിട്ടും. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഡേറ്റ്സും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യുക. ആദ്യമേ തന്നെ തീ കൂട്ടി വെക്കരുത്. തീ കുറച്ച് വെച്ച് ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തന്നെ നേരത്തെ നമ്മൾ കുതിരാനായിട്ട് വെച്ച പുളിയും കൂടെ പിഴിഞ്ഞ് റെഡിയാക്കി വെക്കുക. ഞാനിവിടെ പുളിയെല്ലാം പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളം മാത്രമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അത്രയും സമയം വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരം സാധാരണ ഉപ്പിട്ട് കൊടുത്താലും മതി. ഇനി നമ്മൾക്ക് ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഓർഗാനിക് ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കല്ലൊന്നും കാണത്തില്ല. 1/4 കപ്പ് ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഡേറ്റ്സ് എല്ലാം നല്ല പോലെ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ആ സമയത്താണ് ശർക്കരയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇങ്ങനത്തെ ശർക്കരയുടെ പൊടി നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ സാധാരണ ശർക്കരയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കാൻ വയ്ക്കുക. എന്നിട്ട് അത് അരിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നല്ലപോലെ വറ്റി ഇത് പാകമായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഇത്രയും വറ്റിക്കേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചാറാക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. വിനാഗിരി കൂടെ ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടെ നല്ലപോലെ ഇളക്കിയെടുക്കുക. ചെറിയ തീയിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കുറേശ്ശെ തിളയ്ക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ചൂടാറണം. ഞാനിത് ചൂടാറാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ചൂടാറിയതിന് ശേഷം മാത്രം വെള്ളമയം തീരെ ഇല്ലാത്തൊരു ഗ്ലാസ് ബോട്ടിലാക്കി വെക്കുക. അല്ലെങ്കിൽ ആവി വെള്ളം വന്നിട്ട് ഇത് ചീത്തയായി പോകും. ഇപ്പോൾ ഡേറ്റ്സ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ 2 റെസിപ്പീസ് നമ്മൾ തയ്യാറാക്കി. ഇനി നമ്മൾക്ക് ലാസ്റ്റ് റെസിപ്പിയും കൂടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 4 കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യമേ തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. ഒരുപാട് ഫൈൻ പൗഡറായിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട. ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്താൽ മതി. ഇനി അതിലേക്ക് കുരു കളഞ്ഞിട്ടുള്ള കുറച്ച് ഡേറ്റ്സും കൂടി ഇട്ട് കൊടുക്കുക. 8 തൊട്ട് 10 വരെ ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് ശർക്കരയുടെ പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഓർഗാനിക് ശർക്കരയുടെ പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കല്ലില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം വാളൻ പുളിയും പകുതി നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. അരയുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡേറ്റ്സ് ചമ്മന്തി പെട്ടെന്ന് തന്നെ നമ്മൾക്ക് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ. ഈ രീതിയിൽ ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.